ഈ സെൻറ്റൻസ് നോക്കിക്കോളൂ. ജഗതഃ കല്യാണായ മഹാപുരുഷാः ആഗച്ഛന്തി. ജഗതഃ കല്യാണായ മഹാപുരുഷാः ആഗച്ഛന്തി. ഇവിടെ അസ്മിൻ വാക്യേ ക്രിയാപദം കിം? ക്രിയ ഏതാണ്? ആഗച്ഛന്തി. ആഗച്ഛന്തി എന്ന് പറയുമ്പോഴത്തേക്ക് ആ പ്ലസ് ഗമു ധാതുവാണ്. ആ എന്ന് പറയുമ്പോൾ ഇവിടെ ഉപസർഗമാണ്. നിങ്ങൾ ഉപസർഗം പഠിച്ചിട്ടുണ്ട്. ഈ ഗമു ധാതുവിൻ്റെ മുമ്പിൽ ഒരു ഉപസർഗം ചേർത്തു. ഉപസർഗം എന്ന് പ്രിഫിക്സ് എന്ന് പറയില്ലേ. അപ്പോൾ ആ ഗമ അതിൻ്റെ ഗമു ധാതുവോ പരസ്മേപതിയാണ്, ലട്ടുമാണ്. ഇതിൻ്റെ ചേർക്കാതെ ആണെങ്കിലോ ഗമു ധാതുവിൻ്റെ ഗച്ഛതി ഗച്ഛതഃ ഗച്ഛന്തിയാണ് വരുന്നത്. പക്ഷേ ഇത് വരുമ്പോൾ എന്ത് ചെയ്യണം? ആഗച്ഛതി ആഗച്ഛതഃ ആഗച്ഛന്തി എന്ന് വരുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? ഗച്ഛതി എന്ന് പറഞ്ഞാൽ പോകുക എന്നുള്ളത്, പോകുന്നു എന്നുള്ളത്. ആഗച്ഛതി എന്ന് വരിക. അപ്പോൾ ആഗച്ഛന്തി എന്ന് വരുന്നു. ആരാ? കെ ആഗച്ഛന്തി. ആര് വരുന്നു? മഹാപുരുഷാഹ. മഹാപുരുഷാഹ. മഹാപുരുഷ എന്ന് പറഞ്ഞാൽ മഹാഞ്ച സഹ പുരുഷ, മഹാനായിട്ടുള്ള ആ പുരുഷൻ. തേ മഹാപുരുഷ. ഇവിടെ പുരുഷ ബഹുവചനമല്ലേ? മഹാഞ്ച സഹ പുരുഷ, അത് ഏകവചനം. ബഹുവചനം വന്നപ്പോൾ തേ പുരുഷാഹ മഹാപുരുഷ. അങ്ങനെയുള്ള പുരുഷന്മാർ, മഹാന്മാരായിട്ടുള്ള പുരുഷന്മാർ ആഗച്ഛന്തി വരുന്നു. എന്തിനു വേണ്ടി? കല്യാണായ. കല്യാണം എന്ന് പറഞ്ഞാൽ അത് കല്യാണായ ചതുർത്ഥി ഏകവചനമാണ്. അത് മംഗളത്തിനുമായി അല്ലെങ്കിൽ നന്മയ്ക്കായി, മംഗളത്തിനായി. ചതുർത്ഥിയുടെ അർത്ഥം എന്താ? ആയിക്കൊണ്ട്. ചതുർത്ഥിയല്ലേ? കല്യാണത്തിനായിക്കൊണ്ട്. തസ്യ ആരുടെ കല്യാണം? ജഗതഃ. ജഗതഃ എന്ന് പറഞ്ഞാൽ അത് ജഗതഃ എന്നുള്ളത് ഷഷ്ടി ഏകവചനമാണ്. ജഗതഃ തകാരാന്തമാണ്. തകാരാന്തഃ പുല്ലിംഗമാണ്. ജഗത് ശബ്ദമാണ്. അതിൻ്റെ ഷഷ്ടി ഏകവചനം. ഷഷ്ടിയുടെ പ്രത്യയങ്ങൾ എന്തൊക്കെയാണ്? ക ന ഇൻ്റെ കൂടെയാണ്. അപ്പം ജഗത്ത് എന്ന് പറഞ്ഞാൽ ജഗതഃ എന്ന് പറഞ്ഞാൽ ജഗത്തിൻ്റെ അല്ലെങ്കിൽ ജഗത്തിന് എന്നൊക്കെ അർത്ഥം വരും. അതിൻ്റെ ബാക്കി രൂപങ്ങൾ എങ്ങനെ വരുന്നു? ജഗതഃ, ജഗതോഹോ, ജഗതാം. ഷഷ്ടി ഏകവചനം, ദ്വിവചനം, ബഹുവചനം. ജഗതഃ, ജഗതോഹോ, ജഗതാം. അപ്പോൾ ജഗതഃ കല്യാണായ മഹാപുരുഷാഹ ആഗച്ഛന്തി. ഇവിടെ മഹാപുരുഷ എന്നുള്ള വാക്ക് വന്നപ്പോൾ മഹാൻച സഹ പുരുഷയാണ്. മഹാപുരുഷാഹ തേ മഹാപുരുഷാഹ. ഇത് നിങ്ങൾ സമാസത്തിൽ പഠിച്ചിട്ടുണ്ട്. കർമ്മധാരയ സമാസമാണ്. കർമ്മധാരയ വിശേഷണ വിശേഷ്യങ്ങളുമായിട്ടുള്ള ബന്ധമാണ് കർമ്മധാരയം വരുന്നത്. അപ്പം ജഗതഃ കല്യാണായ, ജഗത്തിൻ്റെ ലോകത്തിൻ്റെ, ജഗത്ത് എന്നാൽ ലോകം, ലോകത്തിൻ്റെ നന്മയ്ക്കായി മഹാപുരുഷന്മാർ ആഗച്ഛന്തി വരുന്നു. ലോകത്തിൻ്റെ നന്മയ്ക്കായി മഹാപുരുഷന്മാർ വരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം.